നമസ്കാരം. സെപ്റ്റംബർ 10 വക്കം ഖാദർ ദിനം. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന അയ്യന്ന ഹീറോയായിരുന്ന വക്കം ഖാദറിനെ തൂക്കിലേറ്റപ്പെട്ട ദിനം. മരിക്കുന്നതിൻ്റെ തലേന്ന് രാത്രി ജയിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിന് കത്തെഴുതുമ്പോൾ ജയിലിൽ നാഴികമണി 12 അടിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം എഴുതിയ വരികളാണ്. അതാ നാഴികമണി 12 അടിക്കുന്നു, എൻ്റെ ജീവിത നാടകം അഭിനയിച്ച് തീർക്കുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. 5-ാമത്തെ മണിക്കൂറിൽ മരിക്കും എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി എഴുതിയ കത്താണ്, ആ വരികളാണ്. അദ്ദേഹത്തിൻ്റെ മനോധൈര്യവും നാടിനോടുള്ള അടങ്ങാത്ത ദേശഭക്തിയും ആ കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 5-ാമത്തെ മണിക്കൂറിൽ മരണപ്പെടുന്ന ആ വ്യക്തി ഇത്രയും സരസമായി ഒരു കത്തെഴുതുകയാണെങ്കിൽ എന്തുമാത്രം കൂളായിട്ടായിരിക്കും അദ്ദേഹം മരണത്തിലേക്ക് പോയിട്ടുണ്ടാവുക. അദ്ദേഹത്തെ ഈ തലമുറ അറിയാതെ പോകരുത് എന്ന ഉദ്ദേശത്തിൽ 101 കേന്ദ്രങ്ങളിൽ വക്കം ഖാദറിനെ ഓർക്കാൻ, ചരിത്ര പുരുഷനെ ഓർക്കാൻ ഒരു വിസ്മയക്കാഴ്ച എന്ന പേരിൽ ഒരു മാന്ത്രിക ക്യാമ്പയിൻ നടത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. കേരളത്തിൻ്റെ ആരാധ്യനായ മൺമറഞ്ഞുപോയ മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ എൻ്റെ കൂടെ അതിൻ്റെ ഫൈനലിൽ വന്ന അവസാന പ്രോഗ്രാമിൽ വന്ന മാജിക് അവതരിപ്പിക്കുകയുണ്ടായി. ഏതാണ്ട് 1000-1500 വേദികളിൽ കൂടുതൽ വക്കം ഖാദറിനെ പരിചയപ്പെടുത്തിയ, ഇനിയും പരിചയപ്പെടുത്തും എന്നാണ് കരുതി മുന്നോട്ട് പോകുന്ന ഒരു കലാകാരനാണ് ഞാൻ. കാരണം നമുക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തിയ, ജീവിതം അവസാനിപ്പിച്ച, 26-ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാരൻ്റെ കഴുമരത്തിൽ സ്വന്തം ജീവിതം ബലിയർപ്പിച്ച ആ മഹത് വ്യക്തിയെ നാം അറിയാതെ പോകരുത്. കേരളത്തിൻ്റെ ഭഗത് സിംഗ് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് വക്കം ഖാദർ. അദ്ദേഹത്തിനോടുള്ള ആദരവായി ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടി, മറ്റുള്ളവർ അറിയാൻ വേണ്ടി, ഈ ധീരദേശാഭിമാനിയുടെ ചരിത്രം മറ്റ് ആളുകൾ അറിയാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക. ചരിത്രം വളച്ചൊടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്രത്തെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ധീര ദേശാഭിമാനികളുടെ ഓർമ്മകൾ നമുക്ക് നമ്മുടെ സിരകളിൽ ഊർജ്ജമായി നിറയ്ക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. വക്കം ഖാദറിന് പ്രണാമങ്ങൾ. താങ്ക് യു.